കണ്ടില്ലേ എൻ്റെ ജെറേനിയ പൂവിട്ടത് അടിപൊളിയായിട്ട്. ഇതെങ്ങനെ പുതിയ ജെറേനിയ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഡെയ്സി കണ്ടോ, ഡെയ്സിൻ്റെ തൈകൾ ഈസി ആയിട്ട് ഉണ്ടാക്കുക, അതെല്ലാം ഇന്നത്തെ വീഡിയോയിലുണ്ട് കേട്ടോ. ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത്, നിങ്ങൾ കുറേ പ്രാവശ്യം എന്നോട് ആവശ്യപ്പെട്ടിരുന്നു, കുറേ പ്രാവശ്യം നടപ്പൊക്കെ ഞാൻ മറുപടി തരും, പിന്നെ എന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ എൻ്റെ ഗാർഡൻ ഒന്നും പറയാനൊന്നും ആയിട്ടൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ പറയുക, ഫുള്ളായിട്ടില്ല. അപ്പോൾ എന്നോട് ഇങ്ങനെ തിരക്കാക്കിയത് കൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ അതെല്ലാം മേക്ക് ഓവർ മൊത്തം മാറ്റാൻ കാരണം ഞാൻ പറഞ്ഞതായിരുന്നല്ലോ, മൊത്തം തിങ്ങി നിന്നിട്ട് പാമ്പ് എപ്പം നോക്കിയാലും പേപ്പർ നോക്കിയാലും ഒരു വാർത്ത കേട്ടാൽ പാമ്പ് കടിച്ച് മരിച്ചതാണല്ലോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഫുള്ളങ്ങ് മാറ്റിക്കളഞ്ഞ് രണ്ടാമതൊക്കെ സെറ്റാക്കി വന്നുകൊണ്ടിരിക്കുക. ഫുള്ളായിട്ടില്ല, ആയത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കട്ടോ. ഫസ്റ്റിൽ പറയാം, ഇവിടെ ഇങ്ങനെ അങ്ങ് പരന്നിട്ട് ഇനി സ്ഥലം ഒരു സൗകര്യം കുറവും, ഇങ്ങോട്ട് നടന്നു വരാനും പറ്റില്ല, കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇടങ്ങേറുണ്ട്. എനിക്ക് ചെടി വെക്കാൻ വേറെ സ്ഥലവുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇവിടെ വെച്ചത്. പിന്നെയാണ് ഈ മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ കുറേ കമ്പി വാങ്ങി, മേൽഭാഗം നല്ല നെറ്റ് വിട്ട്, കാരണം എനിക്ക് പുറത്തേക്ക് പോകാനൊന്നും ഒഴിവ് കിട്ടുന്നില്ല. എല്ലാം കൂടി ഞാൻ തളർന്ന വീട് പണി എല്ലാം കൂടി ആയപ്പോൾ മോൻ ചെയ്തെന്ന മക്കൾ ചെയ്തെന്ന് കുറേ കമ്പിയൊക്കെ വാങ്ങി സ്റ്റാൻഡൊക്കെ പിടിപ്പിച്ചു. ഇവിടുത്തെ ഒക്കെ മാറ്റി, എല്ലാം മാറ്റിട്ടോ. എന്നിട്ട് ഞാൻ കുറേ ചെടിച്ചട്ടി ഞാനെല്ലാം നടലേതുകൊണ്ടറിയോ, പ്ലാസ്റ്റിക് അല്ല സിമെൻറ്റ് ചാക്കിലാണ് ഞാൻ പൂച്ചെടി നടൽ. ആ പൈസ കൊടുത്തതൊന്നും വാങ്ങലില്ലായിരുന്നു. അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് മക്കൾ കുറേ ചട്ടി വാങ്ങാൻ പോകുന്നതൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടതാണ്. എനിക്ക് ലാഭത്തിന് കുറേ കിട്ടി. അപ്പോൾ അതിലൊരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, അതിനേക്കാളും ലാഭമുള്ള സ്ഥലം വേറെ ഉണ്ട് ആയിക്കോട്ടെ. അങ്ങനെ ഞാൻ ഫുൾ ഇന്ന് ഞങ്ങളെ കാണിക്കും, ഓരോ ചെടീൻ്റെ പേരും അതെങ്ങനെ ഞാൻ നട്ടുപിടിപ്പിക്കുന്നു, അത് ഞാൻ എന്താ വളം ചെയ്യുന്നതൊക്കെ അന്ന് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാനോ. ഫസ്റ്റിൽ നമ്മൾ ആദ്യത്തെ ചെടി നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, എൻ്റെ വീഡിയോ കാണാൻ നിങ്ങളും ഇഷ്ടപ്പെടുന്നത് എൻ്റെ ബോഗൺവില്ലയാണ്. അപ്പം ബോഗൺവില്ലപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതാ എൻ്റെ ബോഗൺവില്ലേൻ്റെ ഞാൻ കുറേ വെട്ടി മാറ്റിയിട്ടുണ്ട്, കുറേ തിക്ക് അതൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ട്. രണ്ടാമതുണ്ടായതാണിത് കണ്ടോ, കട്ടച്ചോപ്പ്, റോസൊക്കെ അതൊക്കെ എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കുന്നതെന്നൊക്കെ ഞാൻ വീഡിയോ ഇട്ടതാട്ടോ. ഇന്ന് അതിനെക്കുറിച്ച് പറയുന്നില്ല. ജൂൺ മാസമാണ്, അത് ഞാൻ പറയാം. ജൂൺ മാസമാണ് ഇതിൻ്റെ കമ്പ് എവിടുന്ന് എല്ലാവരും ജൂലൈ ആയത് വെട്ടി മാറ്റും, കുറേ തിക്കെല്ലാം കുറക്കും, രണ്ടാമത് ഇത് വരാൻ തളിര് വരാൻ. അപ്പോൾ ആ തിങ്ങി നിൽക്കുന്ന വീട്ടിൽ നിന്നൊന്ന് ചോദിച്ചാൽ മതി, ഒരു കമ്പ് തരുമെന്നുള്ളൂ കേട്ടോ. അതാ കണ്ടോ, റോസ്, ഈ മഞ്ഞപ്പൂ പിന്നെ എനിക്ക് ഞാൻ വിചാരിക്കാതെ അങ്ങ് ഉണ്ടായതാണ്, അങ്ങ് ഉണ്ടായി പോട്ടെ, എനിക്ക് അത് വെട്ടാനും തോന്നുന്നില്ല. പിന്നെ ബോഗൺവില്ല ഏതായാലും ഇപ്പം അടുത്ത് വെട്ടുമല്ലോ, ജൂലൈ ആയിട്ടുണ്ടെങ്കിൽ എല്ലാം പ്രൂണിങ് നടത്തുമല്ലോ, അന്നപ്പോൾ പിന്നെ അത് പൊയ്ക്കോളൂ, അതുവരെ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ ഓറഞ്ചും എൻ്റെ റോസും എൻ്റെ കട്ടച്ചോപ്പും ബോഗൺവില്ല ഞങ്ങളെ കാണിച്ചു തന്നു. ഇതിനേക്കാളും ഭംഗി പുറത്താണ് ഉഷാർ കേട്ടോ, അവനെ പുറത്ത് പോകുന്നില്ല. ഇനി ഞാൻ സ്റ്റാൻഡ് കാണിച്ചു തരാം വരി. ഇതാണ് എൻ്റെ സ്റ്റാൻഡ്. ഇതാ ഒരു തട്ട് ഇവിടെ പിടിപ്പിച്ചു, വേറൊരു തട്ട് മേലെയും പിടിപ്പിച്ചു. ഇതാ ഇങ്ങനെ ഇവിടുന്ന് തൊട്ട് തുടങ്ങിയിട്ട് ഇതാ ഇങ്ങനെ വന്ന് ഇതാ അവിടെ ഇങ്ങോട്ടേക്കും ഒരു ചതുരാകൃതിയിലേക്ക് വന്നു കേട്ടോ. ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് വന്നു, പിന്നെ ഇതാ ഇവിടെ വന്നു. പിന്നെ എൻ്റെ വെർട്ടിക്കലുണ്ട്, ഒക്കെ ഓരോന്ന് പറയൂ, എപ്പം നിങ്ങളത് കാണിക്കുന്നേ ഉള്ളൂ. എൻ്റെ വെർട്ടിക്കൽ എവിടെയും ഞാൻ ഒഴിവാക്കിയില്ലതാ, എൻ്റെ തൂണിന് വരെ ഞാൻ വെർട്ടിക്കലാക്കി കളഞ്ഞു കേട്ടോ. ഇത് വെർട്ടിക്കൽ, ഇത് ഉച്ച കഴിഞ്ഞാൽ ഇതിൻ്റെ കളിപ്പം തന്നെ കൂടിപ്പോയിട്ടോ. 10 മണിക്ക് അല്ലുഷാറേനു കൂടിപ്പോയി. ഹാങ്ങിങ് ഇതാ എൻ്റെ ജെറേനിയ. അതിന് ഞാൻ ഓരോ ചെടീൻ്റെ പ്രത്യേകത നടുന്ന രീതിയും കാണിച്ചു തരാം. ഫസ്റ്റിൽ ഇതാ എൻ്റെ ഡെയ്സി നോക്ക്, ഡെയ്സി ഇങ്ങനെ പൂവിടാൻ തുടങ്ങിയാൽ നിൽക്കാതെ ഇടും. ഞാൻ ഒരു ഡെയ്സി കൊണ്ട് ടവർ ഉണ്ടാക്കിയതായിരുന്നു, മേലത്ത് മാത്രമേ പൂവിട്ടുള്ളൂ. അത് അന്നേരം തന്നെ അത് വലുതായിരുന്നു. ഇവിടെയൊക്കെ പൂവിടാൻ തുടങ്ങി. ഇനിയിപ്പോൾ അത് ഫുള്ള് ഇങ്ങനെ പൂവായിട്ട് ടവറായിട്ട് വരും. അന്നേരമൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പം എനിക്ക് കുറച്ച് തിരക്ക്, കാരണം നിങ്ങളെ കാണിക്കായിട്ട്
ഇതാ ഇതൊക്കെ കണ്ടോ പൂട കണ്ടോ ഇതൊക്കെ തുടങ്ങി. അപ്പോൾ ഇതെങ്ങനെയാണ് ഡെയ്സി നടുക എന്നറിയോ? ഇതിപ്പോൾ ഡെയ്സിൻ്റെ ഒരു ചട്ടിയിൽ നിറയെ ഡെയ്സി പൂവിടുക. അതൊക്കെ പൂവിട്ട് കരിഞ്ഞു. ചിലതൊക്കെ പൂവിടുന്ന് എന്താ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ എന്താക്കുന്നറിയോ? ഒരു തൈ ഇങ്ങോട്ട് എടുക്കും. തൈ അടിയിൽ നിന്ന് ഇങ്ങനെ പറിച്ചിങ്ങോട്ട് എടുക്കുക, വലിച്ചൂരിങ്ങോട്ട് എടുക്കുക. അടിയിലാകുമ്പോൾ വേരുണ്ടാവും. എന്താ കണ്ടോ വേര് കണ്ടില്ലേ? ഇങ്ങനെ ഉണ്ടാവും ചെടി, ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ എന്താക്കുന്നറിയോ? ഇങ്ങനെയുള്ള ഒരു ചട്ടിയിൽ ഇങ്ങനെ നട്ടു കൊടുത്താൽ മതി. ഇപ്പം തൽക്കാലം ഞാൻ നടുന്നത് ഇവിടെയാണ്, കാരണം ഇവിടുന്ന് ഞാൻ മാറ്റും. ഇന്നിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് കാണിച്ചു. അത് വാടിപ്പോണ്ട. ചെടികളായാലും നമ്മൾ ഓമനിച്ച് കൊണ്ടു കിടക്കണം. അങ്ങനെ ഇതിപ്പോൾ ഡെയ്സിനെ ഞാൻ നടുന്നതും എൻ്റെ ഡെയ്സിയും ഞങ്ങൾ കാണിച്ചു തന്നാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. അങ്ങനെ ഞാൻ കുറേ പാത്രത്തിൽ ഡെയ്സി നട്ടിട്ടുണ്ട്, കാണിച്ചു തരാം. ഈ ചെടി എന്താണെന്ന് എനിക്കറിയില്ല, പേരിതാ നല്ല പൂക്കൾ വരുന്നത്. ഇത് എനിക്ക് തന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ, ഇവിടെ എൻ്റെ ഫാൻസ് എന്നെ കാണണം തന്നെ കൊതിച്ചിട്ട് വന്നിരുന്നു. അവർ വരുമ്പോൾ എനിക്കില്ലാത്ത ചെടി അവർക്കറിയാലോ. ഇതാ കണ്ടോ നല്ല ഉഷാറിൽ പൂവിട്ട് ഇത് ചുറ്റും ഉണ്ടാകുന്നുണ്ട്. ഇത് പിന്നെ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാ. ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങി. ഈ പൂവ് നിറച്ചുണ്ട്. ഉണ്ടാകുന്നത് കട്ട് ചെയ്ത് കൊടുത്താൽ ചുറ്റും ഉണ്ടാവും. പിന്നെ അതാ എങ്ങനെയുണ്ട് എൻ്റെ വെള്ള റോസ്. വെള്ള റോസ് നിറച്ചുണ്ട്. ഇനി ഞാനിത് എന്ത് ചെയ്യുമെന്നറിയോ? ഈ റോസ് കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇത് വാടും. ഏത് ചെടിക്കൊരു സമയമുണ്ടല്ലോ. വാടിക്കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ തണ്ടിൻ്റെ ഇവിടുന്ന് കട്ട് ചെയ്യും. എന്നിട്ട് കട്ട് ചെയ്തത് 2 പീസാക്കി ഞാൻ വേറെ സ്ഥലത്ത് നടും. എന്നാൽ ഇത് ബുഷിയായിട്ടുണ്ടായും ചെയ്യും, നമുക്ക് കുറേ തയ്യും കിട്ടും. അങ്ങനെയൊക്കെ ഇത് ഉണ്ടാക്കുന്നത്. ഇതാ കണ്ടോ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതെൻ്റെ ബാൾസം ഹൈബ്രിഡാണ്. ഹൈബ്രിഡ് തിളങ്ങി നിൽക്കുന്ന ടൈമേനു മഴ പിടിച്ചത് കുറച്ച് കുറഞ്ഞു. ഇതെൻ്റെ നാടൻ ബാൾസം കേട്ടോ. നാടൻ ബാൾസത്തിൻ്റെ പേര് എന്നോട് മറന്നുപോയി. ഇത് നോക്ക്, അടിപൊളി സുന്ദരി. എൻ്റെ സുന്ദരി നോക്ക്, എന്തോ ചോപ്പ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊക്കെ ഞാൻ പിടിപ്പിച്ച് വന്ന് മുട്ടിടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതും വേറൊരു തരം. ഇത് ജമന്തി ഞാൻ മേൽഭാഗം കട്ട് ചെയ്ത് കൊടുത്തതാണ്. ഇത് ജെറേനിയത്തിൻ്റെ വേറൊരു കളറാണ്, പൂവിടാൻ തുടങ്ങി. ഇത് ഞാൻ വാങ്ങിയതായിരുന്നു എനിക്ക് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്, കുറേ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ചെണ്ടുമല്ലി എല്ലാ സ്ഥലത്തും ഉണ്ടാവും. ഇതൊക്കെ ജമന്തി. ഇത് മേരി ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ടവർ പോലെ ഉണ്ടാക്കിയതായിരുന്നു. ഇതാ കണ്ടോ, അവിടെ ഇത് കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് മാറ്റി നടാൻ. ഇൻഡോർ ചെടിയാട്ടോ ഇത്. ഈ ഇൻഡോർ ചെടിക്ക് ഇത് ഞാൻ വാങ്ങാൻ പോയപ്പോൾ ഇതിന് ഭയങ്കര വില. എന്തിനാ ഇത്രയും വില വന്നത് എനിക്കറിയില്ല. ഞാൻ കുറേ പേർക്ക് അത് പറിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ ജമന്തി, പലതരം ജമന്തി. ഒറ്റൊന്ന് പൂവിട്ടിരുന്നു, ഇപ്പം ഇട്ടില്ല കേട്ടോ. അതൊക്കെ ഇനി നോക്ക് എൻ്റെ നാടൻ ബാൾസം. ഇതിന് പല പേരുമാണ്, ചിലർക്ക് വേറെന്തോ ഒരു പേര് പറയലുണ്ട്. ഇത് എൻ്റെ മെലസ്റ്റോമ ഞാൻ ആ വലിയ മരം വെട്ടി മാറ്റാൻ പോവുകയാണ്. കുറേ വെട്ടിയിട്ട് ഞാൻ തയ്യാക്കുന്നത് നിങ്ങളൊന്ന് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇത് ഞാൻ അങ്ങനെ തയ്യാക്കിയതാ, പൂവിടാൻ തുടങ്ങി. കുറേ മൊട്ടും വന്നു. ഇതെങ്ങനെയാണ് പെട്ടെന്ന് തയ്യാവും, ഞാൻ കാണിച്ചിരുന്നുണ്ട്. അതിന് കുറച്ചൊരു മനസ്സിലാക്കിയാൽ മതി അതെങ്ങനെയാണ് തയ്യാവേണ്ടത്, എന്നാൽ പെട്ടെന്നാവും. ഇതെൻ്റെ നാടൻ. ഇതെനിക്ക് മക്കൾ കൊണ്ടുവന്നിരുന്നു, നല്ലൊരു പൂവ്. ഇതിന് ബലൂൺ പൂവ് അങ്ങനെ എന്തോന്ന് പറഞ്ഞു. ഇതെൻ്റെ ഒരു ഫാൻസ് എനിക്ക് കൊണ്ടുവന്ന് തന്നതാ കേട്ടോ. ഇതിൽ നിറച്ചിതാ മുട്ടുണ്ടാകുന്നു. ഇതൊക്കെ ഇപ്പം പോയി. ഇതെല്ലാം ബാൾസോ. എനിക്ക് ഓരോരുത്തർ ഓരോന്ന്. ഇത് എൻ്റെ ഒരു ഫാൻസ്. ഞാനിവിടെ ഉണ്ടോ അല്ലേ അറിയിട്ട് എനിക്ക് 3 എണ്ണം മാത്രം എൻ്റെ സുന്ദരി ചീര കൊണ്ടുവന്നു. അപ്പം ഞാൻ പറിക്കാണ്ട് നിൽക്കുക, അതിന് വിത്തുണ്ടാവട്ടെ എന്നിട്ട് ഞാൻ. പിന്നെ ഇതെല്ലാം എൻ്റെ ബാൾസം കണ്ടോ പൂവിട്ടത്, തിങ്ങി നിറഞ്ഞ് പൂവിട്ടു. അതിനാവുന്നേ ഉള്ളൂ, സമയമാവും. എന്താ അറിയോ, ഇത് കമ്മൽ ചെടി എന്നാണ് ഞാൻ വിചാരിക്കുന്നതാണ്. ഇതിങ്ങോട്ട് ബുഷിയാവും. ഇതൊക്കെ തൈകളാണ്. അത് ഞാൻ ഇവിടുന്ന് തൊട്ട് ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കിയതാ. അവിടെയൊക്കെ അതാ കമ്മൽ ചെടി ഉഷാറായിട്ടോ അവിടെയൊക്കെ. പിന്നെ ഈ കുഞ്ഞി പാത്രത്തിൽ എന്താ നട്ടെന്നറിയോ, ഇത് മേരി ഗോൾഡാണ്. മേരി ഗോൾഡ് ഇങ്ങനെ തിങ്ങി ഉണ്ടാവും. ഇതാ പൂവിടാൻ തുടങ്ങുന്നുള്ളൂ.
ഇനി ഞാൻ എന്താക്കുന്നറിയോ, ഒന്നും കൂടി കട്ട് ചെയ്യും. കട്ട് ചെയ്ത് അത് ബുഷിയായിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഇതങ്ങ് കുറച്ച് പൊങ്ങും. അപ്പോൾ അടിയിലെ തട്ടിലും പൂക്കൾ, മേലത്തെ തട്ടിലും പൂക്കൾ, അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ. പിന്നെ പറയാനുള്ളത്, ഇതിലൊക്കെ ഞാൻ കരിയില കമ്പോസ്റ്റ് ഇടുമല്ലോ. ഇപ്പോൾ കരിയില കമ്പോസ്റ്റ് ഇട്ടിട്ട് നോക്ക്, തക്കാളി ഉണ്ടായിട്ട് ഇവിടെ ഒരു തക്കാളി തൈ, ഇവിടെ ഒന്ന്, ഇവിടെ ചുവന്ന ചീര വരുന്ന്. എന്താ ഇതൊക്കെ വഴുതിന ഞാൻ പിടിപ്പിക്കുന്ന വഴുതിന ഈ അതിൻ്റെ പ്ലാവിൻ്റെ ഇലയിൽ. ഇതെല്ലാം എൻ്റെ ഡെയ്സി ആട്ടോ. ഡെയ്സി ആളായി വരുന്നേ ഉള്ളൂ. ഇതാ ഇതിമേലെ പൂ വരുന്നുണ്ട്. ഇതാ കണ്ടോ, കരിയില കമ്പോസ്റ്റ് ഇട്ടിട്ട് നോക്ക്, തക്കാളി ഉണ്ടായത്. തക്കാളി തൈ നല്ല കരുത്തിലുണ്ടായി, നമുക്ക് എവിടെയും പോവണ്ട. ഇതങ്ങ് മാറ്റി നട്ടാൽ മതി. നല്ല ആരോഗ്യമുള്ള തൈകൾ. അതാ ഞാൻ പറഞ്ഞത്, കരിയില കമ്പോസ്റ്റിൻ്റെ പവർ. നന്നായി ചെടിയും ഉണ്ടാവും, പോരാത്ത നമുക്ക് കുറേ തയ്യും കിട്ടും. ഇതെല്ലാം എൻ്റെ ജെറേനിയ കേട്ടോ. ഇതെല്ലാം എൻ്റെ ജെറേനിയ. ഇതാ എൻ്റെ ഡെയ്സി ഒന്നിങ്ങനെ ഉഷാറായി വരുന്നു. ഇതെല്ലാം മേരി ഗോൾഡ് പിടിപ്പിച്ചത്. അതിങ്ങനെ മേരി ഗോൾഡ് ഒരു വരിയായിട്ട് ഇങ്ങ് വെക്കാൻ വേണ്ടിയിട്ട്. ഇത് എൻ്റെ വെള്ള ബാൾസം. അതിൻ്റെ തൈ ഞാൻ ഒരു ബാൾസം മാത്രം നമ്മളെ കയ്യിലുള്ളെങ്കിൽ, വെള്ളയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ വേണമല്ലോ. അപ്പോൾ ഞാൻ എന്താക്കുന്നറിയാം, കട്ട് ചെയ്ത് വേറെ നട്ടുണ്ടായി. വേറെ 5-6 തൈ എനിക്ക് ഉണ്ടായിട്ടോ. ഇനി അത് ഉഷാറാക്കി വളർത്തും. ഇതാണ് എൻ്റെ ഒരു ഭാഗത്തുള്ള ഈ ചുവന്ന പൂവ്, ഈ വെള്ളപ്പൂവ്. മൊത്തത്തിൽ രസമുണ്ട്. എല്ലാം അടങ്ങി ഒതുങ്ങി ഒരു സെറ്റാക്കിയത് കൊണ്ട് ഒരു ഭംഗി. ഇനി ഈ ഇതെന്താണെന്നറിയോ, ഇത് ഞാൻ വെർട്ടിക്കൽ നടാൻ വേണ്ടി സെറ്റ് ചെയ്തതാണ്. ഒരു ഭാഗം ഫുള്ള് വെർട്ടിക്കലിൽ ചട്ടി ഇങ്ങോട്ട് വാങ്ങിയിട്ട് നിറയതാ ഈ ചെടി ഞാൻ പിടിപ്പിച്ചത്. ഇതെന്താണെന്നറിയോ, മേരി ഗോൾഡാണ്. ഇതിങ്ങോട്ട് കട്ട പിടിച്ച് ഇങ്ങനെ ഉണ്ടാവും. ഈ പാത്രം കാണാതെ പൂക്കളുണ്ടാവും. അതൊക്കെ ഉണ്ടാവും, നമുക്ക് കാത്തുനിന്ന് കാണാതെ ഉള്ളൂ കേട്ടോ. ഒക്കെ ചെറിയ തൈകളാണ് കണ്ടോ. അതൊക്കെ നട്ടെടുത്തതിലൊക്കെ മൊട്ടുണ്ടായിതാ. മൊട്ട് കണ്ടോ, ഇതിലെല്ലാം അങ്ങ് നട്ടുപിടിപ്പിച്ച്. എൻ്റെ ബറോസ് പ്ലാന്റ് ഉണ്ട് ഇവിടെ. ഞാൻ പിടിപ്പിക്കാൻ ഉദ്ദേശിച്ചത് എന്താ അറിയതാ, ഈ ചോപ്പ് കണ്ടോ നിങ്ങൾ പൂവിട്ടത്, ഈ ചോപ്പ് കണ്ടോ, ഇത് ഇതിമേൽ പൂവിട്ടതാ. അപ്പം എല്ലാത്തുമ്പോൾ അങ്ങനെ പലതരം കളറുണ്ട്. എന്ത് രസം. അത് കണ്ടോ പൂ വരുന്നത്, അത് ചെണ്ടുമല്ലിയ. എൻ്റെ തൂണുമല് വെർട്ടിക്കൽ മേരി ഗോൾഡാണ്. അപ്പോൾ എനിക്ക് തോന്നി മേരി ഗോൾഡ് വെച്ചാലാണ് ഇതിന് മഞ്ഞപ്പൂ നിറയെ നല്ല രസമല്ലേ കയറി വരുമ്പോൾ. അപ്പോൾ ആദ്യം അതിൽ ബറോസ് പ്ലാന്റ് ആയിരുന്നു. അത് ഞാൻ ഈ വെർട്ടിക്കലിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ എടുത്ത് ഇങ്ങനെ മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ള ചെടികൾ അവിടുന്ന് എടുത്ത് ഇവിടെ വെക്കാം, ഇവിടുന്ന് അവിടെ വെക്കാം. ഇങ്ങനെ ബറോസ് പ്ലാന്റ് മാറ്റിയിട്ട് ഞാൻ മേരി ഗോൾഡ് വെച്ച്. ഇതാ ഇവിടെ ഇതാ ഒരു വെർട്ടിക്കൽ. ഇതൊക്കെ പൂ വന്നാൽ നല്ല രസമുണ്ടാവും. ഇത് പിന്നെ ഞാൻ വാങ്ങിയതാ. ഇതിൻ്റെ പേരെന്നോട് മറന്നു പോവും, എപ്പം നോക്കിയാലും മറക്കും. ഇതാ ഇതെല്ലാം എൻ്റെ ഡെയ്സിയാ. ഇതാ അവിടെ ഒരു വെള്ളപ്പൂവ് കണ്ടോ. ഞാനൊരു വീഡിയോയിൽ കണ്ട് ഈ വെള്ളപ്പൂവിൻ്റെ വിത്തെടുത്താൽ ഇത് ചെടി ഉണ്ടാവുന്നു. അപ്പോൾ ഞാൻ വിത്തൊക്കെ അതിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ടാവുകയാണെങ്കിൽ. എൻ്റെ ഡെയ്സി നോക്ക് പൂവിടാൻ ഒരുക്കുവരുങ്ങുന്ന നിറയെ മുട്ട. ഇതാ കണ്ടോ, നിറയെ മുട്ട വയലറ്റ്. ഇത് ഓർക്കിഡാ. എനിക്ക് എല്ലാം ഉണ്ട്, ഓരോന്ന് എല്ലാം മരുന്നിനുണ്ട്. ഇതൊക്കെ എനിക്ക് എൻ്റെ ഫാൻസ് തരുന്നതാണ്. ഇത് തിരുവനന്തപുരത്തുള്ള അവർ വരുമ്പോൾ കൊണ്ടുവന്ന അവർ കൊണ്ടുവന്ന 2 എണ്ണം ഞങ്ങളെ കാണിച്ചില്ലേ. എന്താ ഇവിടെ ഒക്കെ തൈകൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഓർക്കിഡിൻ്റെ. അതിൻ്റെ ഇടയ്ക്ക് ഈ ഓർക്കിഡ് ഒറ്റ മാത്രം ഉള്ളത് കൊണ്ട് ഞാൻ ചുറ്റും ജമന്തിൻ്റെ തൈ ഇട്ടതാ. വിത്തിട്ടപ്പോൾ തൈയായി. ഇത് വേറൊരു കളറ് ഡെയ്സി. ഇതും ഒരു ഫാൻസ് എനിക്ക് ഓൺലൈനിൽ വരുത്തിയിട്ട് എനിക്ക് കൊണ്ടുവന്നതാണ്. ഞാൻ ഇവിടെയുള്ള അവർക്കും കൊടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. എന്നിട്ട് ഇതിന് വേറൊരു കളറാണ്. ആ കളറ് പൂവിട്ടിയിൽ ആദ്യമായിട്ടാണ് പൂവിടുമെന്ന് വിചാരിച്ച് കാത്തിക്കുക. ഇത് വെള്ളയാണ്. ഇതും അവർ കൊണ്ടുവന്ന. അവർ 3 എണ്ണം എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അത് ഏതാന്ന് പൂവിട്ടാലേ മനസ്സിലാവുള്ളൂ. ഇതൊക്കെ വെള്ള നല്ല ഉഷാറിൽ പൂവിടാൻ ഒരുങ്ങുന്നുണ്ട്. ഒരു കൊല ഇങ്ങനെ ഒന്നിലുണ്ടായിരുന്നു, അതാ ഞാൻ വെള്ള എന്ന് പറഞ്ഞത്. അത് പൂവിടാൻ ഒരുങ്ങി. ഇത് ബാൾസം. അവർ കൊണ്ടുവന്ന ഒന്ന് ഇതാ. ഇത് വേറൊരു കളറ്. ഇതും ഇതുമാണ് കൊണ്ടുവന്നത്. താങ്ക്സ് കേട്ടോ. എനിക്ക് ആരൊക്കെ ഫാൻസ് തന്ന അവരോടൊക്കെ എനിക്ക് ബഹുമാനം സ്നേഹമുള്ളൂ. കാരണം അവർ എന്നെ സ്നേഹിച്ച് കൊണ്ടുവന്നല്ലോ. ഞാൻ അവർക്കും കൊടുക്കുന്നുണ്ട്.
ഇതെൻ്റെ ജെറേനിയം കുറേ പിടിപ്പിക്കുക. ജെറേനിയം രസമാണ്, കട്ട ചോപ്പ്. ഇത് ഓണം വരികയല്ലേ, അപ്പം ജമന്തിയല്ല ചെണ്ടുമല്ലി ഞാൻ വിത്ത് കൊണ്ടുവന്ന് പാകി മുളപ്പിച്ച് ഇനി അത് നടണം. ഇതൊക്കെ ജെറേനിയം അന്ന് വെട്ടി അങ്ങ് മാറ്റിയില്ലേ, ഇവിടെ കൊണ്ടുപോയി നട്ടു കൊടുത്ത് ഇതുണ്ടായി, എല്ലാം ഉണ്ടായി. ഇതാ ഒക്കെ മുളച്ചു. നീ ഇതിമന്ന് 2 മാത്രമേ ഇതിൽ വെക്കൂ, ബാക്കി വെള്ളം മുളച്ച് ഞാൻ അടിയോടുകൂടി കോരിയിട്ട് വേറെ ഒരു പാത്രത്തിലേക്ക് വെക്കും. ഇതിൻ്റെ ഹാങ്ങിങ് ചെടികൾ, ഇതൊക്കെ ഹാങ്ങിങ്ങിന് ഇതിൻ്റെ ഒരു പുല്ല് പറിച്ച് കൊടുക്കാണ്ട്. ഇതിൻ്റെ സമയം തെറ്റിപ്പോയി, എടുത്ത് നല്ല കളറിൽ പൂവിട്ടിരുന്നു, ഇപ്പം കൂടിപ്പോയി. 10 മണി അങ്ങ് തുടങ്ങിയിട്ട് താഴോട്ട് വെർട്ടിക്കൽ. ഇതൊരു വളർച്ചയാ, എങ്ങനത്തെ എൻ്റെ ഞെട്ടിക്കുന്ന വളർച്ച അത് കേട്ടോ. ഇതിൽ ഞാൻ 3 വട്ടം വെട്ടിക്കൊടുത്തു, എന്നിട്ടും ഇതുണ്ടായി. ഈ പൂവ് അതൊക്കെ തെളിഞ്ഞ് നല്ല പരന്ന് നിൽക്കേണ്ടിയിരുന്നു. എന്ത് ചെയ്യാനാ, സമയം തെറ്റിപ്പോയി. ചിലതൊക്കെ പൊട്ടി വിൽക്കുന്നുണ്ട്. പൊട്ടി വിൽക്കണമെന്ന് ഞാൻ വെറുതെ അവിടെ തന്നെ വെക്കും. എന്നാൽ എന്താ അറിയോ, അതിന് വെറും മണ്ണ് കണ്ടാൽ മതി, എപ്പത്തേക്കും മുളക്കും, ഉഷാറാ. ഇതിൻ്റെ ഹാങ്ങിങ് എപ്പീഷ്യാന്നാണ് എനിക്ക് തോന്നുന്നു. എനിക്കൊരു ഫാൻസ് പറഞ്ഞു തന്നിട്ട് എന്നോട് മറന്നുപോയി. ഇതൊരു വയലറ്റ് പൂവാണ്. ഇത് ബിഗോണിയ, നന്നായിട്ട് പൂവിട്ട് നോക്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഇത് ഒരു നല്ലൊരു കളറാണ്, മേൽഭാഗത്ത് നിന്ന് എടുക്കണം വീഡിയോ. എന്നാലും ഇത് അതാ. ഇത് എൻ്റെ ജെറേനിയം. ഈ ജെറേനിയം പൂക്കൾ ഇഷ്ടപ്പെടാത്ത ഒരാളുമില്ല. വന്നാൽ ഇതിൻ്റെ കമ്പ് എല്ലാവർക്കും കിട്ടണം. നിറയെ ഞാനുണ്ട് വിചാരിച്ച് നിങ്ങളെ ഇഷ്ടം കണ്ടിട്ട് ഞാൻ കുറേ അങ്ങ് പിടിപ്പിച്ച്. ഇത് പിടിപ്പിക്കാൻ ഈസിയാണ്. ഇതിൻ്റെ ഒരു തണ്ട് ഇങ്ങ് പൊട്ടിച്ചെടുക്കുക. ഒരു തണ്ട് ഇതിമന്നിങ്ങനെ പൊട്ടിച്ചെടുക്കുക. ഇതാ പൊട്ടിച്ചെടുത്തുണ്ടായത് കണ്ടുണോ? കണ്ടോ, അത് തെളിഞ്ഞത് വേര് തൂങ്ങി നിൽക്കുന്നത്. വേരിൻ്റെ കളറ് വരുന്നേ ഉള്ളൂ. കണ്ടോ, പ്ലാവിൻ്റെ ഇല നോക്കണ്ട, ഒക്കെ പഞ്ചറായിത്. ഇത് കുറച്ച് താമസം എടുക്കുമല്ലോ. അങ്ങനെ ഞാനിനി ഇതെങ്ങനെയാണ് വെച്ചതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതിവിടെ തന്നെ നിൽക്കട്ടെ. ഇവരൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. പ്ലാവിൻ്റെ ഇല കുമ്പിള് കുത്തിയത് എൻ്റെ പഴയതാണ്. ഞാൻ പുതിയത് ഉണ്ടാക്കി, സമയം പോണ്ട വിചാരിച്ചിട്ട് പ്ലാവിൻ്റെ ഇല കുമ്പിള് കുത്തി സാധാ മണ്ണ് നിറച്ച് ഇങ്ങനെ അങ്ങ് നട്ടു കൊടുത്ത്. ഇങ്ങനെ നട്ടിട്ട് ഞാൻ എന്താക്കുമെന്നറിയോ, ഇത് കുറച്ച് മണ്ണ് ഇട്ടാട്ടെ. എന്താന്ന് പറഞ്ഞാൽ മണ്ണുമ്മ നിൽക്കണത്, മണ്ണ് നിർബന്ധം. ഇങ്ങനെ അങ്ങ് വെച്ചാൽ ക്ലിയറായിട്ട് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. മഴക്കാലമാണ്, ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ സൂപ്പറായിട്ടുണ്ടാവും. ഇതിങ്ങനെ നിന്നില്ലേ, ഇനി ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ ഇങ്ങനെ വേരിങ്ങനെ വന്ന് നിറയും. അപ്പം നമുക്കിത് ഏടി നിൽക്കാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കുഴിച്ചിട്ട് കൊടുക്കുക. അവിടെ നിന്നോട്ടെ. അങ്ങനെ കുറേ കട്ട് ചെയ്തതാട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇനി ഈ പ്ലാവിൻ്റെ ഇല എടുത്ത് കൊണ്ടുവന്ന് കുമ്പിള് കുത്തി നടേണ്ട ആവശ്യമില്ല. കാരണം ജൂൺ മാസം മഴയാണ്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചിട്ട് അങ്ങ് നട്ടാൽ മതി, എന്നാലും ഉണ്ടാവും. ഇതൊക്കെ അത്. ഇനി കാണിച്ചു തരുന്നത് ഇതെൻ്റെ കറിവേപ്പില. അത് ഞാൻ ഉണ്ടാക്കി ഞാൻ കാണിച്ചതാണ്. ഞാൻ എൻ്റെ തോട്ടത്തിലാണ് കറിവേപ്പില മദർ പ്ലാന്റ് ഉള്ളത്. ഞാൻ അതിനൊന്ന് എടുത്ത് കൊണ്ടുവന്ന് നട്ട് നല്ല സൂപ്പറായിട്ടുണ്ടായിന്. അല്ല ഞാൻ വീഡിയോ ഇട്ടതാട്ടോ. ഇനി അടുത്ത് എൻ്റെ ഫാൻസ് കൊണ്ടുവന്ന് കാണിച്ചു തരാം. അദീനിയോ, ഈ അദീനിയം ചെടി എനിക്കില്ല. അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം എനിക്ക് എന്തൊക്കെ വീഡിയോ ചെടികളുണ്ട് എന്നുള്ളത്. അപ്പോൾ അവർ വരുമ്പോൾ അദീനിയത്തിൻ്റെ തയ്യും കൊണ്ടുവന്ന് വിത്തും കൊണ്ടുവന്ന് അവർ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. താമരശ്ശേരിയുള്ള ആൾക്കാരാണ്. അവർ തൈ ഉണ്ടോയെന്നൊക്കെ ഞാൻ പിടിപ്പിച്ചു. 1 2 3 4 5 6 തൈയുണ്ട്. അവർ കൊണ്ടുവന്ന അന്ന് വൈകുന്നേരം തന്നെ ഞാൻ സമയമൊന്നും നോക്കിയില്ല, അന്നേരം തന്നെ അങ്ങ് നട്ടുകൊടുത്ത്. പിന്നെ പോരാത്തതിന് കുറേ തയ്യല്ല വിത്തും വിത്തെല്ലാം മുളച്ചു കേട്ടോ. താമരശ്ശേരിയുള്ള സെൽമ കാണുകയാണെങ്കിൽ ഇതൊക്കെ മുളച്ചു, ഇതെല്ലാം മുളച്ചു. കമൻറ്റ് ഇട്ടേ കണ്ടിട്ടുണ്ടെങ്കിൽ. ഇത് അലോവേര കേട്ടോ. അലോവേര നമ്മളെ കൂടെ വേണം. നമ്മളിപ്പോൾ ഇങ്ങനെ പൂന്തോട്ടമൊക്കെ പിടിപ്പിക്കുന്ന ആളാണെങ്കിൽ അലോവേര നിർബന്ധം. കാരണം ഇതിൻ്റെ ജെല്ലെടുത്തിട്ടാണ് വേര് പിടിപ്പിക്കുന്നത്, ഇതിൻ്റെ ജെല്ലെടുത്തിട്ടാണ് മരുന്നുണ്ടാക്കുന്നത്. വെള്ളീച്ചയൊക്കെ വരികയാണെങ്കിൽ ഇത് ഫസ്റ്റ് അതിൻ്റെ ജെല്ല്. പിന്നെ ഇതെന്താണെന്നറിയോ, ഇത് ഞാറ് പാകിയ പോലെ പാകി കൊടുത്ത്. ഇത്
വിങ്ക റോസ് എന്ന് പറഞ്ഞാൽ നിത്യ കല്യാണീൻ്റെ കട്ടിങ്സ് ഇങ്ങ് എടുത്ത് നിറയെ കുത്തി കൊടുത്തു. എല്ലാം തെളിഞ്ഞിട്ടോ. 2 ആഴ്ചയായി. വേരൊക്കെ പിടിച്ചു. ഞാനിത് ഓരോന്നിനും ഞാൻ വിചാരിച്ച എന്താ അറിയോ, വെർട്ടിക്കലിൻ്റെ കുറേ പാത്രം എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഞാൻ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഫിറ്റാക്കണം എന്ന് വിചാരിച്ച് നിൽക്കുക. എനിക്ക് 2 ഗേറ്റാണ്. ഈ ഗേറ്റ് ആയിരുന്നു ഞങ്ങളെ പഴയത്. പിന്നെ ഞങ്ങൾ വലിയ ഗേറ്റ് നീളെ വിസ്താരത്തിന് അവിടെ ഒരു ഗേറ്റ് ഉണ്ടാക്കി. അപ്പോൾ അതങ്ങ് അടച്ചിട്ടപ്പോൾ ഇരുമ്പ് അല്ല. അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് പറയാം, വെർട്ടിക്കൽ പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെർട്ടിക്കലിൻ്റെ അതിൻ്റെ പോട്ട് വാങ്ങിയിട്ട് നിറയെ ചെണ്ടുമല്ലി. ഇതൊക്കെ ചെണ്ടുമല്ലി കട്ട് ചെയ്ത് ഇന്നലെ വെച്ചതാ. കുറച്ച് വാട്ടമൊക്കെ ഉണ്ടാവും, നോക്കണ്ടാക്കെ പിടിക്കൂ. ചെണ്ടുമല്ലി എല്ലാവർക്കും സംശയം, ഇത് തണ്ട് പിടിക്കുമോ? എൻ്റെ മൊത്തം തണ്ടാണ് പിടിപ്പിച്ച് തണ്ട് വേഗം മുളക്കും ചെയ്യും, വേഗം ശാഖ ഉണ്ടാവും, വേഗം പൂക്കളും ഉണ്ടാവും. ഞാൻ ചെണ്ടുമല്ലി നോക്ക് നല്ല ഉഷാറിൽ പിടിപ്പിച്ചിന്. ഇതൊക്കെ പൂവായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. ഇതെൻ്റെ ഡെയ്സി സമയം കഴിഞ്ഞതാണ്. ഇതൊക്കെ വെട്ടിക്കൊടുക്കണോ. ഇതിൻ്റെ ഹൈബ്രിഡ് ബാൾസം ഈ കളറാണ്. നിറച്ച് മൊട്ട് വരുന്നു. ഇതെല്ലാം ജെറേനിയ നട്ടുപിടിപ്പിക്കുക കുറേ ഉണ്ടാവാൻ. ഇത് കാക്കപ്പൂവെന്ന് പറയും. എന്താ ഞാൻ വെറുതെ നട്ടുന്നേ ഉള്ളൂ. പിന്നെ ഇതില്ലേ, ഇത് രണ്ടും എനിക്ക് ഫാൻസ് തന്നെ എൻ്റെ താമരശ്ശേരി മോള് കൊണ്ടുവന്നതാ. സിൽമ ജറബറ. ഉണ്ടായി വരുന്നു. കിട്ടിയാൽ പിന്നെ ഞാൻ വിടൂരല്ലോ. ഞാൻ അതെല്ലാം മട്ടത്തിന് ഉണ്ടാക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ട് എൻ്റെ പിന്നെ മുറ്റത്തുള്ള ഞാൻ കുറച്ച് ഇൻഡോറും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ കണ്ടോ, എൻ്റെ പച്ചക്കറികൾ ഇത് സെറ്റ് ചെയ്തവൻ പച്ചക്കറിക്ക് വേണ്ടിയിട്ടും സെറ്റ് ചെയ്തു കേട്ടോ. പ്ലാസ്റ്റിക് കുപ്പി ഒന്നും ഞാൻ കളയൂല. അതിലൊക്കെ എൻ്റെ പയറ് നട്ടിട്ട് പയറുവള്ളി വരുന്നത് കണ്ടോ. എനിക്ക് ദുബായിൽ നിന്ന് ഒരാൾ സുബൈദ പേരിട്ടു, ഞാൻ സുബൈന്ന് പറയാം. അവർ ഇവിടെ വന്ന് എന്നെ കാണാൻ എന്നെ കണ്ടില്ല. അപ്പോൾ അവരെന്ത് ചെയ്തെന്നറിയോ, പോകണ സമയത്ത് അവരെനിക്ക് പീച്ചങ്ങൻ്റെ വിത്ത് ഇവിടെ വെച്ചിട്ട് അയൽവാസിനോട് നമ്പർ വാങ്ങി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആ വിത്ത് കൊണ്ടുവന്ന് നട്ട് പൂവിട്ട് കായ്ക്കുന്നുണ്ട്. നിങ്ങൾ കാണൂ കേട്ടോ, മേൽ നോക്കിയാലേ കാണൂ. അവിടെയൊക്കെ കായുണ്ട്. കുറച്ച് തൂങ്ങിയിട്ട് വേണം എനിക്ക് തന്നാക്ക് കാണിച്ചു കൊടുക്കാൻ. അവിടെ എല്ലാം നിറച്ച് ഞാൻ പച്ചക്കറി എൻ്റെ മുകളിൽ സെക്ഷൻ. അതിപ്പോൾ ഈ സൗകര്യം ചെയ്തത് ഇങ്ങോട്ട് മേലെ പടരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ പൂന്തോട്ടം. അല്ല മൊത്തം ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് തിരിയുള്ളൂ. ഇവിടെ അങ്ങ് നോക്കിയാൽ കുറച്ചും കൂടി ബാക്ക് നിന്നിട്ട് നോക്കി. ഇങ്ങനെയാണ് എൻ്റെ പൂന്തോട്ടം ഉള്ളത്. പൂക്കൾ ഇങ്ങനെ പൂവിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. എൻ്റെ കൂടെ എൻ്റെ ലാഡർ ഉണ്ടാവും. അതിൻ്റെ കൂടെ വേണം എനിക്ക്. അല്ലെങ്കിൽ ലാഡർമേലാണ് കയറിയിട്ട് ആ പണികൾ മൊത്തം. മഴക്കാലാണ് ശ്രദ്ധിക്കണേന്ന് ഓരോരുത്തരും എന്നോട് പറയും. ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാണ് വീഴുന്നതിന്. കഴിഞ്ഞില്ലേ കഥ വീണാൽ. പിന്നെ പൂന്തോട്ടവും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ ഒരാൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ പോട്ടിൻ്റെ ഉള്ളിൽ ഒരു പാമ്പിനെ കണ്ടോലെ. ഞാൻ ഇങ്ങനെ ഒരുക്കിയിട്ട് പാമ്പ് ചുമ്പോൾ എനിക്ക് ഭയങ്കര പേടി. ശ്രദ്ധിക്കാറുണ്ട് ഞാനെല്ലാം ഔട്ട്ഡോറായിട്ട് വെക്കുന്ന പൂക്കൾ, വെയിൽ കൊണ്ട് വളരുന്ന ചെടികളല്ലേ കാണിച്ച്. ഇനി ഞാൻ ഇൻഡോർ കേട്ടോ. അവിടെ നോക്കി. ഇതൊക്കെ ഓരോരുത്തർ എന്നോട് അഭിപ്രായം പറയും, ഇതിന് ചുവപ്പ് പോട്ട് വേണമെന്ന്. അങ്ങനെ പറയുമ്പോൾ അതുപോലെ അനുസരിക്കും ഞാൻ. കണ്ടോ, ചുവന്ന പോട്ട് വെച്ചിട്ട് എന്ത് രസാലേ. അങ്ങനെ തന്നെ വെടിയും വെച്ചു കൊടുത്ത്. പിന്നെ വേറൊന്ന് ഇവിടെ, ഒന്ന് ഇവിടെ. ഇതൊക്കെ ഓരോ പോട്ട് വാങ്ങിയിട്ട് വെക്കുന്ന. പിന്നെ ഇവിടെ ഇതിനെല്ലാം കല്ല് വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. കല്ലൊക്കെ വാങ്ങി. ഇത് നോക്കി നല്ല രസമാണ്. ഇതുണ്ടോ, ഞാനിങ്ങനെ നനച്ച് കൊടുക്കും കുറച്ച്. ഇതെൻ്റെ ചെടി മെഡിനില്ല എന്നല്ലേ, അതാണ് എനിക്ക് പറഞ്ഞു തന്നെ. നോക്കിൻ്റെ പൂക്കൾ എന്തൊരു ഭംഗിയാ, അടിപൊളി. പിന്നെ ഉള്ളത് എൻ്റെ ആന്തൂര്യത്തിൻ്റെ കളർ നോക്കിയാൽ തണലത്ത് വെച്ചപ്പോൾ ആന്തൂര്യം അങ്ങ് തിളങ്ങുന്നത്. പൂവിടാൻ തുടങ്ങി. ഇതൊക്കെ ഒന്ന് തണലത്ത് വിട്ട് അങ്ങ് വെച്ചു കൊടുത്ത്. അവിടെ നിന്ന് നോക്കിയാൽ അതിൻ്റെ ഭംഗി ഇങ്ങനെ ചെരിഞ്ഞിങ്ങ് നോക്കുമ്പോൾ നല്ല ഉഷാറുണ്ടാവും. ഇതടക്കം. പിന്നെ ഇൻഡോർ
കല്ലൊക്കെ വെച്ച് ഈ കല്ലിനൊക്കെ 30 രൂപ കിലോനുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചിട്ട് വാങ്ങിയതാണ്. പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചെടി കഴിഞ്ഞാൽ ഈ കല്ല് നമ്മൾ എടുത്ത് കഴുകിയാൽ ആ തിളക്കത്ത് തന്നെ കിട്ടും കേട്ടോ, ഒന്നും ആവൂല. അതൊക്കെ ഞാൻ പിടിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇതാ ഇവിടെ ഒന്ന്, ഇവിടെ എൻ്റെ സിറ്റ് ഔട്ടിൽ നിന്ന് എൻ്റെ പൂന്തോട്ടം നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാഴ്ച. ഇങ്ങനെയാണ് എൻ്റെ പൂന്തോട്ടം നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടല്ലോ, നിങ്ങളെല്ലാം ആവശ്യപ്പെട്ടത് അതുപോലെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ധൃതിയായിട്ടാണ് ഞാൻ വേഗം കാണിച്ചു തന്നത്. കാരണം എല്ലാം പൂവിട്ടിങ്ങ് നിറഞ്ഞിട്ടൊന്നുമില്ല. എല്ലാം പൂവിട്ട് നിറയുമ്പോൾ ഞാൻ വീണ്ടും കാണിച്ചു തരാം കേട്ടോ, ഇൻഷാ അല്ലാ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.